ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിയോട് പല കാര്യങ്ങളും ഇങ്ങനെ ആകാശം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുമി, അത് വേണ്ടായ സുമി എന്നിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ഈ രചന വഴി വരുന്നത്. അപ്പം രചന ഇത് നോക്കി നിൽക്കണം, ഇവരെന്താണ് ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി തന്നെയാണ് രചന അവിടെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആകാശ രചനയെ കാണുകയാണ്. അപ്പോൾ ആകാശ രചനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആകാശ് വിഷയം മാറ്റുകയാണ്. സുമി, അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സുമി എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു പരിഹാരമല്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രചന ഓടി വരുന്നത്. അപ്പോൾ സുമിക്ക് കാര്യം മനസ്സിലായോ? രചന വന്നതുകൊണ്ടാണ് ഇവൻ വിഷയം മാറ്റിയതെന്ന് സുമിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ രചന ചോദിക്കണം, എന്താ സുമി, എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണെന്ന് വെച്ചാൽ പറ. പക്ഷേ സുമി അവിടെ ഒരു അക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചന ചോദിക്കുകയാണ്, എന്താ ആകാശേ, സുമി എന്താ പറഞ്ഞത്, എന്തിനാ ആകാശ് അങ്ങനെയൊക്കെ സംസാരിച്ചത്? അതെ, അവളിപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനി ഇല്ലേ, ആ കമ്പനിയിൽ നിന്നും അവൾ റിസൈൻ ചെയ്യാൻ പോകുന്നതെന്ന്. എന്ത് ചെയ്യാനാണ്, പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തുന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ രചന ചോദിക്കണം, എന്തിനാ അവള് അങ്ങനെ ചെയ്യാനായിട്ട് പോകുന്നത്? ഈ ഒരു കാര്യം എന്നെ അങ്ങോട്ട് സൂചിപ്പിച്ചായിരുന്നു, പക്ഷെ അവൾ അങ്ങനെ റിസൈൻ ചെയ്യുന്നെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ? അതാ ഞാൻ പറഞ്ഞത്, ഇവരെയൊക്കെ ഒന്ന് വിശ്വസിക്കാൻ പറ്റില്ല രചന, അത്രയ്ക്കും വലിയ ക്രൂര മനസ്സുള്ളവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് തട്ടി തപ്പുക. അപ്പം ആകാശ് ഇങ്ങനെ മനസ്സിന്തിക്കണം, അവളുടെ കളി എന്നോടാ, ഒരു കളിയും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ പോയി ഇങ്ങനെ നിൽക്കുക. റൂമിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് രചന നേരെ ചെല്ലുകയാണ്. ആകാശെ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തിനാണ് സുമി ആകാശിനോട് അങ്ങനെ സംസാരിച്ചത്? ആകാശ് എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞതാണല്ലോ, അതല്ല എനിക്കറിയേണ്ട മറുപടി. ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തു എന്നൊക്കെ എന്തിനാണ് ആകാശ് അവിടെ പറയാനായിട്ട് ഇടയായത്? അത് വേറൊന്നുമല്ല രചന, ഞാൻ പറഞ്ഞല്ലോ, ആ കമ്പനി കൊണ്ട് നല്ല നേട്ടങ്ങൾ മാത്രമേ സുമിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ വലിയൊരു ഫോറിൻ കമ്പനിയിലേക്ക് അവൾക്ക് ഇത് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുമെന്ന് ഞാൻ പറയാനുള്ള കാരണം, അല്ലാതെ വേറൊന്നും അല്ല. അവൾക്ക് ഫോറിൻ കമ്പനിയിൽ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഇത് കേട്ട രചനയാണെങ്കിൽ ആണോ? എന്നിട്ട് അവൾ അതിനെക്കുറിച്ച് എന്നോട് കൂടുതലൊന്നും സംസാരിച്ചില്ലല്ലോ. അവൾ പറയില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ, അവളുടെ കാര്യം നമുക്ക് തിരക്കാൻ നിൽക്കണ്ട രചന, അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പിന്നെ നമ്മുടെ കൂടെ നിന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും ഇതിൽ സംസാരിക്കാൻ നിൽക്കേണ്ട രചന എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതൊക്കെ പോട്ടെ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആകാശേ, എനിക്കിനി എൻ്റെ മോളെ കൂട്ടുപിടിക്കാനായിട്ട് നല്ല രീതിയിൽ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ. തെളിവുകളോ? എന്ത് തെളിവുകൾ? അത് വേറൊന്നുമല്ല, ഇപ്പം ഇഷിത ഗർഭിണിയാണല്ലോ, ഇഷിതയ്ക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞും ജനിക്കും. അപ്പോൾ അവൾക്ക് എൻ്റെ ചിപ്പി മോളെ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ചിപ്പി മോളെ എന്തിനാണ് അവൾക്ക് ഇനി? അവളപ്പോൾ അവിടെ ഒറ്റപ്പെട്ട് പോകുന്നൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഞാനൊരു കോടതിയിൽ പരാതി കൊടുക്കാൻ പോവാണ്. അപ്പോൾ കോടതി എൻ്റെ ഭാഗത്തുനിന്നേ നോക്കുള്ളൂ. കാരണം ഇവള് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെന്നത് തനിക്കൊരു കുഞ്ഞുണ്ടാവില്ല, ഒരമ്മയാകാനായിട്ട് തനിക്ക് സാധിക്കില്ല, എല്ലാ കുറവുകളുള്ളൊരു സ്ത്രീയാണ് താൻ, മഹേഷിൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രചന ഇഷിത മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് കയറിയത്. അപ്പോൾ ഇപ്പോൾ തിരിച്ചും മറിച്ചും സംഭവിച്ചിരിക്കുകയാണ്. കാരണം ഇഷിതയ്ക്കൊരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു പിടിക്കാലോ ആകാശേ, എന്താണ് ആകാശിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴേക്ക് ആകാശിന് വല്ലാത്ത ചിരിയൊക്കെ വരണ. രചന, താൻ പറയുന്നതിൽ കാര്യമുണ്ട്, കേസ് കൊടുക്കാം. അങ്ങനെ ആ കേസിൻ്റെ വഴി പോയി കഴിഞ്ഞാൽ ചിപ്പി മോളെ ഉറപ്പായിട്ടും തനിക്ക് കിട്ടും, അതിൽ ഒരു ഇതൊന്നും ഇല്ല. പിന്നെ അവൾ ആദ്യം തിരിച്ചു വന്നിട്ട് വല്ല കാര്യങ്ങളും പറഞ്ഞായിരുന്നോ? ആദ്യം പറഞ്ഞത് മഹേഷിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം ചിപ്പിയും ആദിയും കൂടി ഒരു പാർക്കിൽ പോയിരുന്ന് കളിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അവനോട് പറഞ്ഞത്. ഓ, അത്രയും മാത്രം പറഞ്ഞോളൂ? വേറൊന്നും പറഞ്ഞില്ല? വേറൊന്നും പറഞ്ഞില്ലേ? അപ്പോൾ എൻ്റെ ഉപദേശം ഏറ്റു. ആകാശിൻ്റെ ഉപദേശോ? എന്തുപദേശം? രചന, അത് വേറൊന്നുമല്ല, ഈ മഹേഷയാണ് ആദിയെയും ചിപ്പിയെയും പാർക്കിൽ കൊണ്ടേ ആക്കിയത്. എന്നിട്ട് അവൻ പോകുന്ന തക്കം നോക്കി ഞാൻ ആദിയുടെയും ചിപ്പിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവർക്ക് ചില ഉപദേശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചിപ്പിക്ക് അത് ശരിക്കും കൊണ്ടിട്ടുണ്ട്. ചിപ്പി അവിടെ ഒറ്റപ്പെട്ടു പോകുമെന്നും ഞാൻ അവളെ പറഞ്ഞ് ശരിക്കും ബോധിപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശ് പറഞ്ഞ സത്യം തന്നെയാണോ? പിന്നെ അല്ലാതെ, ചിപ്പി മോളെ
തനിക്ക് തൻ്റെ അരികിലേക്ക് എത്തിക്കണ്ടേ? അപ്പോൾ ഈ ഒരു വഴിയൊക്കെ നമുക്ക് നോക്കിയല്ലേ മതിയാവുള്ളൂ. പിന്നെ ഞാൻ ആദ്യമേ സോപ്പിടാൻ വേണ്ടിയാണ് ചില ന്യായീകരണങ്ങളെല്ലാം നടത്തിയത്. ആദ്യം എന്നോടുള്ള വിശ്വാസം കൂട്ടണമല്ലോ, അതിനു വേണ്ടി. പക്ഷേ ചിപ്പിയുടെ മനസ്സിലേക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ പല കാര്യങ്ങളും കയറ്റി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അവൾ ഇനി ഏതായാലും നന്നായിട്ട് റെസ്പോണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ വരാൻ പോകുന്നത് വഴിയെ കാണാം എൻ്റെ രചന. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകാശ് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ നല്ലത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. എൻ്റെ മോളെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ആകാശേ, ഞാൻ എപ്പോഴും ആകാശിനോട് കടപ്പെട്ടവളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആകാശിനോട് കെട്ടിപ്പിടിക്കുക. ആകാശിന് അതല്ല, ഇതിലപ്പുറവും മറ്റു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ആകാശിന് ഇപ്പം അതൊന്നും തുറന്നു പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ രചനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആകാശ് പല കാര്യങ്ങളും മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ്. ഏതായാലും ഞാൻ അവരുടെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് അവളെ തന്നെ നേരിട്ട് കണ്ട് അവളോട് ഞാൻ എൻ്റെ കുഞ്ഞിനെ ചോദിക്കും. ചില കളികൾ എനിക്കും കളിക്കാനുണ്ടെന്ന് രചന പറയുക. അങ്ങനെ നമ്മുടെ രചന ഇഷിതയുടെ വീട്ടിലേക്ക് ചെല്ലുക, കോളിമ്പല്ലടിക്കുക. അപ്പോൾ രാമൻ പറയുകയാണ്, ആരാണെന്ന് നോക്ക്, ചിലപ്പോൾ മാഷായിരിക്കും. എന്നപ്പോൾ സ്വപ്നവല്ലി കഥ തുറക്കുക. രചനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിക്കായ കാലി വരികയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ എന്തിനാ എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്? പോടി, നിനക്കിവിടെ സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പക്ഷേ രചന അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. രചന നേരെ അകത്തേക്ക് കയറി ചെല്ലുക. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, എന്നെ ധിക്കരിച്ചുകൊണ്ട് നീ അകത്തേക്ക് കയറാൻ മാത്രമായോ? നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്, ഇറങ്ങടി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാട്. ഞാൻ ഇറങ്ങാനല്ല വന്നത്. പിന്നെ നിനക്ക് നിന്റെ ചിപ്പി മോളെ കാണണമെങ്കിലേ കോടതി ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് മഹേഷ് കൊണ്ടുവന്നോളും. നീ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഞാൻ ചിപ്പിയെ കാണാനല്ല വന്നത്, ഈഷിതയെ കാണാൻ വേണ്ടിയാണ് വന്നത്. ഈഷിതയെ കണ്ടിട്ടേ ഞാനിവിടെ നിന്ന് പോകുള്ളൂ. ഇറങ്ങിപ്പോടി, നീ ഈഷിതയും കാണൂല. നീ എന്തുദ്ദേശത്തിലാണ് ഈഷിതയെ കാണാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈഷിതയെ കാണാനായിട്ട് സമ്മതിക്കില്ലടി ഞാൻ. ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാട്. ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. ഇവിടെ താമസിക്കാനെന്നല്ല വന്നത്, ചില കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ സ്വപ്നവല്ലിയും അതേപോലെ തന്നെ ഇഷിതയും ഈ രചനയും കൂടി ഭയങ്കര കൈപിടുത്തമാണ്. അങ്ങനെ ഈ രചനയെ കൈപിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോകാനാണ് സ്വപ്നവല്ലി നോക്കുന്നത്. അപ്പോഴേക്കും രാമൻ ഇടപെടുകയാണ്. സ്വപ്നവല്ലി വിട്, എന്താണ് ഈ കാണിക്കുന്നത്? വിടാനാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് തട്ടി മാറ്റുകയാണ്. ഇല്ല രാമൻ എന്തൊക്കെ പറഞ്ഞാലും ഇതും എനിക്ക് ക്ഷമിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. ഈ വഞ്ചകി എന്തിനാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത്? മഹേഷ് കിടപ്പിലായപ്പോൾ ഇവള് വന്നപ്പോഴൊക്കെ ഞാൻ സഹിച്ചാൽ നിന്നത്, ഇനിയും എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രചനയുടെ കൈ പിടിച്ച് വലിച്ചിഴക്കാൻ ശ്രമിക്കുക. ആ സമയത്താണ് ഇഷിത വരുന്നത്. അമ്മേ, എന്താ അമ്മ ഇത്? കൈവിട്, നിങ്ങൾ എന്തിനാണ് വഴക്കൂടുന്നത്? നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ഇഷിത രചനയോട് ചോദിക്കുകയാണ്. ഞാനിവിടെ വന്നതോ എൻ്റെ ചിപ്പിമോളെ കൊണ്ടുപോകാൻ. ഇത് കേട്ടപ്പോൾ ഇഷിതാകെ ഞെട്ടിപ്പോവാണ്. എന്ത്, ചിപ്പിമോളെ കൊണ്ടുപോകാനാ? അതേടി, ഞാൻ ചിപ്പിമോളെ കൊണ്ടുപോകാൻ തന്നെ വന്നതാ. അവളുടെ അമ്മയാ ഞാൻ. എനിക്കെന്താ കൊണ്ടുപോകാനുള്ള അധികാരമില്ലേ? എടി, നിനക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് എൻ്റെ മോളെ എന്തിനാ നിനക്ക്? എൻ്റെ മോള് നിനക്കൊരു അധികപ്പറ്റായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ, നിർത്തടി, നീ എന്തെന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? നീ ചിപ്പിമോളെ പ്രസവിച്ചവളായിരിക്കും. പക്ഷേ ഞാൻ പ്രസവിക്കാതെ തന്നെ എൻ്റെ മനസ്സിൽ കയറി കൂടിയവളാണ് എൻ്റെ ചിപ്പിമോള്. എൻ്റെ മാനസപുത്രിയാണ് അവള് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല. അതുകൊണ്ട് എൻ്റെ ചിപ്പിമോളെ കൊണ്ടുപോകാമെന്ന് നീ വിചാരിക്കണ്ട. പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാകില്ലടി. ആ കുട്ടിക്ക് സ്നേഹവും ലാളനയൊക്കെ കൊടുക്കണം. അതെല്ലാം കൊടുത്താണ് ഞാൻ അവളെ വളർത്തിയതും. എൻ്റെ സ്നേഹം മുഴുവനും കൊടുത്താണ്. അതുകൊണ്ട് ചിപ്പിയെ ഞാൻ വിട്ടു തരുന്ന പ്രശ്നമില്ല. നിനക്കിങ്ങനെ കൂടുതൽ ഡയലോഗ് അടിക്കാനൊക്കെ അറിയാം. പക്ഷേ നടക്കില്ല മോളെ. നീ ഇവിടെ എന്ത് ഡയലോഗ് അടിച്ചാലും എൻ്റെ അടുത്ത് ചിലവാകില്ല. ചിപ്പി മോളെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് അറിയാം. നീ ആദ്യം പ്രസവിക്കില്ലെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് ചിപ്പിയെ നീ ഏറ്റെടുത്തതും മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വന്നതും. ഇപ്പം നീ ഗർഭിണിയാണ്. അധികം താമസിക്കാതെ നിനക്കൊരു കുഞ്ഞ് ജനിക്കും. അതും പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മോളെ നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ചിപ്പിയെ എനിക്ക് തന്നെ വിട്ടു തരണം. അതിനുള്ള ഫയലുകളെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇഷിത അവിടെ ഒന്ന് ഞെട്ടുകയാണ്. എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചൊരു അവസ്ഥ ആയി പോവുകയാണ്. അതുകൊണ്ട് ആരും എൻ്റെ മുന്നിൽ കടന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാനായിട്ട് നിൽക്കരുത്. ഞാനേ ഒരുങ്ങിക്കഴിഞ്ഞു മത്സരത്തിന് വേണ്ടി. ഇത് കഴിഞ്ഞപ്പോഴേക്കും നീ എന്ത് കേസ് കൊടുത്താലും ഇവിടെ ഒന്നും ചിലവാകാനായിട്ട് പോകുന്നില്ല. ആര് പറഞ്ഞു?
ഇഷിതയ്ക്ക് ഇനി എൻ്റെ ചിപ്പി മോളെ കിട്ടില്ല. അതിനുള്ള വഴികളെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കേസ് നടക്കാൻ നേരത്തെ കോടതിക്ക് വരെയും ബോധ്യമാവും. കാരണം ചിപ്പിയെ പ്രസവിച്ചത് ഞാനാണ്, നീയല്ല. അപ്പോൾ സ്വന്തം അമ്മയോടൊപ്പം വേണം കുഞ്ഞു പോകാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലി പറയണേ, എടി അതിന് ആ കുഞ്ഞിന് നിന്റെ മുഖം പോലും കാണുന്നത് ഇഷ്ടമല്ല. നിന്നെ കാണുമ്പോൾ തന്നെ ആ കുഞ്ഞ് ഓടിപ്പോകും. പിന്നെ എന്തിനാടി നീ വാദിക്കാനായിട്ട് പോകുന്നത്? നിന്റെ സ്വപ്നം ഫലിക്കാൻ പോകുന്നില്ല. കണ്ടോ ആരുടെ സ്വപ്നമാണ് ഫലിക്കാനായിട്ട് പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, രണ്ടും കൽപ്പിച്ച എൻ്റെ മോളെയും കൊണ്ടേ ഞാൻ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞ് ഈ രചന അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും കഥ കടക്കുക. ഇവരെ രണ്ടിനും കൂടി കഥ കടച്ച് പൂട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സ്വപ്നവല്ലിയും അതേപോലെ തന്നെ രാമനും കൂടി സംസാരിക്കുകയാണ്. അവള് കൂടുതൽ ഡയലോഗ് അടിക്കട്ടെ. ഡയലോഗ് അടിച്ചെന്ന് വിചാരിച്ച് നമുക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. അവൾ ഇതിനു മുമ്പും ഇതേപോലെ കുറേ ഡയലോഗുകളിൽ അടിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മളിൽ വില പോകില്ല എന്നൊക്കെ പറയുമ്പോൾ ഇഷിതയ്ക്ക് അവിടെ ചെറിയൊരു തലകറക്കൊക്കെ വരിക. ഇഷിത അങ്ങനെ വീഴാനായിട്ട് പോകുന്ന സമയത്ത് അയ്യോ രാമ, ഇഷിതയ്ക്ക് എന്ത് പറ്റി, പിടിക്കാവളെ എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റിനും വട്ടം പിടിച്ച മോളെ ഇഷിത കണ്ണു തുറക്കും മോളെ. ഇഷിത കണ്ണു തുറക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇഷിത കണ്ണു തുറന്നില്ല. അപ്പം തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇഷിതയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഡോക്ടർ വന്ന് നോക്കുക. ഡോക്ടർ ദേവികയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ഇഷിതയ്ക്ക് എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് തലകറങ്ങി വീണത്? അത് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്നാണ് തലകറങ്ങി വീണത്. ഞങ്ങൾ ഉടനെ തന്നെ പിടിക്കുകയും ചെയ്തു എന്ന് പറയാം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അധികം താമസിയാതെ പെട്ടെന്ന് കണ്ണ് തുറന്നോളും. പ്രഷറിൻ്റെ കുറച്ച് വേരിയേഷൻ അത് വന്നതുകൊണ്ടാണ് തലകറങ്ങി വീണത്, കുഴപ്പമൊന്നുമില്ല ഇഷിത എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയെ വിളിക്കുക. 2-3 പ്രാവശ്യം വിളിച്ചു. അപ്പോഴാണ് ഇഷിത കണ്ണ് തുറക്കുന്നത്. ഇഷിത ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ ഹോസ്പിറ്റലിലാണോ? ഹോസ്പിറ്റലാണ്. ഇഷിതയ്ക്ക് എങ്ങനെ തലകറക്കം വന്നത്? എന്തുകൊണ്ടാണ്? ടെൻഷനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇഷിത രചന പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ആലോചിക്കുകയാണ്. അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് അവിടെ സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡോക്ടർ എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ടെന്നും പറയുക. അങ്ങനെ സ്വപ്നവല്ലിയെയും രാമനെയും പുറത്തേക്ക് വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പുറത്തു പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവമേ, ഇഷിതയ്ക്ക് ഒരു ആപത്തും വരല്ലേ. അപ്പോഴേക്കും വരുന്നു പ്രിയാമണിയും മാഷും കൂടി വരികയാണ്. എന്താ എൻ്റെ മോൾക്ക് സംഭവിച്ചു, എന്താ കാര്യം? എന്ത് പറയാനാണ് എൻ്റെ പ്രിയാമണി? ആ രചനയില്ലേ, അവളവിടെ വന്നായിരുന്നു എന്ന് പറയാം. ഇത് കേട്ടതും ഇവരാകെ ഞെട്ടിപ്പോവാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.